അതുപോലെ ഈ ഇടയ്ക്ക് വന്ന ഒരു മാറ്റമായിരുന്നു ഫിലിമിൽ നിന്ന്. ഫിലിമിൽ നിന്ന് ഡിജിറ്റൽ ഇത് വരുമ്പോഴും ഞങ്ങള് വേറെ ആളും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ 80 ഞങ്ങള് ഇവിടെ ഡിജിറ്റൽ തുടങ്ങി. ശരിക്കും ഫോട്ടോ അല്ല, സോറി 80 അല്ല കേട്ടാ, 2001 തുടങ്ങി ഡിജിറ്റൽ ഫിലിമിന്റെ അത് ഏറെക്കുറെ. എന്നിട്ട് 2 കൊല്ലം കഴിഞ്ഞ ഫിലിം കംപ്ലീറ്റ് നിർത്തി ഞങ്ങൾ. ഫിലിമിന്റെ വർക്ക് ഫിലിമിനെ അപേക്ഷിച്ച് ഡിജിറ്റലിന്റെ ഗുണഘടകങ്ങൾ എന്തൊക്കെയാണ്? ഡിജിറ്റലിന്റെ ഫിലിമിന്റെ ഇത് ഡെവലപ്പ് ചെയ്യുന്നത് ഇപ്പൊ ഒരു ഫിലിം ഇതേമാതിരി വാഷ് ചെയ്തിട്ട് ചെറിയ പ്രശ്നമായത്. അപ്പൊ അങ്ങനെയൊക്കെ കുറെ ഇതുകളുണ്ട്. ഫിലിം നമ്മൾ ഇത്രയും ഫോട്ടോ എടുത്ത് ചിലപ്പോ എന്തെങ്കിലും വല്ല കുറവാകും, എന്തെങ്കിലും വല്ല ഇതുകൾ വന്ന് ഞാൻ ഇവിടെ കറക്റ്റ് ആയിട്ട് പ്രോസസ് ചെയ്തിട്ട് കൊടുക്കും. അല്ല, അത് പണ്ട് നാട്ടില് ചില ഈ കല്യാണ സമയത്ത് നമ്മൾ കേട്ടിട്ടില്ല, ഞാൻ കണ്ടിട്ട് തന്നെയുണ്ട്. ഈ ഫോട്ടോ ഇങ്ങനെ എടുത്തെടുത്ത് അങ്ങനെ പോകുന്ന സമയത്തായിരിക്കും ഈ താലി കെട്ടുന്ന സമയത്ത് ഫിലിം തീരും. അപ്പോഴേക്കും താലി ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയും ഫോട്ടോഗ്രാഫർ. അതൊക്കെ ആ ഒരു ഇതൊക്കെ അങ്ങനെ. ഞാൻ നാട്ടിലെ കാരണം കൂടുതലും ഞാൻ കല്യാണത്തിലൊന്നും ഫോട്ടോ എടുത്തിട്ടില്ല. ഇവിടെ ഇങ്ങനത്തെ VIP ഫംഗ്ഷനുകൾക്കൊക്കെ പോയിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. പിന്നെ അതേമാതിരി ഇവിടെ ഇപ്പൊ ഞങ്ങള് ഇവിടുത്തെ കല്യാണങ്ങൾ എടുക്കുന്നുണ്ട്. കല്യാണങ്ങള് ഇപ്പൊ അതിന് വേണ്ടി പുതിയ ഇത് വന്നില്ല, ഡിജിറ്റൽ ആൽബം കണ്ടില്ല, കാവ്യമാധവന്റെ. അതേമാതിരി അറബികളിലെ നല്ല ഇതൊക്കെ ഡിജിറ്റലിന്റെ കവറുകളിലേക്ക് കാണുന്നത്. ഇപ്പൊ നമുക്ക് ആൽബം തന്നെ ഡിജിറ്റൽ പ്രിന്റ് ആയിട്ട് തന്നെ ആൽബം ഇവിടെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ പുതിയ തുടങ്ങിയാണ്. അതിന് വേണ്ടി ഒരു പുതിയ മെഷീൻ എടുത്ത് ഒക്കെ തുടങ്ങിയിട്ട് ഇപ്പൊ 3 മാസമായി ഉള്ളത്. ഡിജിറ്റൽ മെഷീൻ ഓൾറെഡി ഉണ്ട്. പക്ഷെ ഡിജിറ്റൽ ആൽബത്തിന് കുറച്ചൊരു വലിയ പ്രിന്റ് വരുന്ന വിഷയമാണ്. അതെടുത്തുണ്ട്. അത് ഇപ്പൊ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനിയും എന്തൊക്കെയാണ് ഭാവിയില്? കാരണം എനിക്ക് തീർച്ചയായും ഫോട്ടോഗ്രാഫി, സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആണ് ഞങ്ങളുടെ മേഖലയായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. അപ്പൊ എപ്പോഴും ഈ ഐഡിയാസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആഗ്രഹം നമ്മൾ ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും പുതിയ എന്താണ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോഗ്രാഫിയിലായാലും ശരി, എന്ത് ഇതിലെ പുതിയതായിട്ട് എന്ത് വരുന്നത് അത് നമ്മൾ എത്രയും വേഗം തുടങ്ങുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അത് ആ ശരിക്കും ബിസിനസ് നമുക്ക് ഡെവലപ്പ് ചെയ്ത് 1 by 1 ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. അല്ലാണ്ട് അതേമാതിരി ഇരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ ഫോട്ടോ എടുക്കലും ഒരു ക്യാമറയും ഒരു ഇതൊക്കെ വെച്ചിരിക്കുന്ന അങ്ങനെ അവിടെ ഇരിക്കുന്നുള്ളൂ. കാരണം വേറൊരു അതുകൊണ്ട് ഒരു ഉയർച്ച ഉണ്ടായിരിക്കില്ല. ഇപ്പൊ ഫോട്ടോഗ്രാഫിയുടെ സ്റ്റൈലിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? പുതിയ ട്രെൻഡുകൾ? ഈ ഡിജിറ്റൽ ഫോട്ടോയിലുണ്ടല്ലോ, ഡിജിറ്റൽ ഫോട്ടോയില് നമുക്ക് എന്തെങ്കിലും പറഞ്ഞ എന്ത് വേണമെങ്കിലും അതിൽ കൂടെ ആഡ് ചെയ്ത് മാറ്റി തിരിച്ചു മറിച്ചൊക്കെ ചെയ്യാൻ പറ്റും. അത് എന്റെ ഒരു ഡബിൾ റോളും അല്ലേ, ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പൊ കണ്ടില്ലേ കുട്ടികൾ തന്നെയാണ് പല ഇതിൽ ഒറ്റ ഫ്രെയിമിൽ തന്നെ നമുക്ക് അവരുടെ പല പോസുകൾ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകാൻ കഴിയും. പിന്നെ ക്ലാരിറ്റിയിലും കുറച്ച് നല്ല ഇത് കിട്ടുന്നുണ്ട്. പിന്നെ എത്രയും വേഗം കൊടുക്കാൻ പറ്റും. ആദ്യം ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന അവസരങ്ങളിൽ കളർ ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 ദിവസം കഴിഞ്ഞിട്ട് കൊടുത്തിരുന്നു. അന്ന് ഇവിടെ ഒരു അജ്മാലില് UCF എന്ന് പറഞ്ഞൊരു കളർ ലാബ് മാത്രമേ ഉള്ളൂ. എല്ലാ UAE എല്ലായിടത്തും കളക്ട് ചെയ്ത് അവിടെ കൊടുത്തിട്ട് അവിടുന്ന് ഇങ്ങനെ 5 ദിവസം കഴിഞ്ഞിട്ട് 4 ദിവസം കഴിഞ്ഞിട്ട് ഡെലിവറി ചെയ്യും. അല്ല, പണ്ട് നാട്ടിലും കളർ ഫോട്ടോ എടുത്താൽ ഇങ്ങോട്ട് കൊടുത്തേക്കും ആരെങ്കിലും വരാനായിട്ട്. ഇപ്പൊ അതൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ്. ഇനി കുറച്ച് കുടുംബ കാര്യങ്ങളിലേക്ക് പോകാം. ഫാമിലിയെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ഫാമിലി എവിടെയുണ്ട്? ഇവിടെ 18 വർഷമായിട്ട് ഇവിടെ തന്നെയുണ്ട്. മകൻ +2 കഴിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു പുറത്തേക്കൊന്നും പോണ്ട, ഇവിടെ മാനേജ് ചെയ്ത് നോക്കി. എന്തായാലും പഠിത്തം കഴിഞ്ഞാൽ ജോലിയാണ് ചെയ്യേണ്ടത്. അത് ഒത്തിരി നേരത്തെ ചെയ്താൽ MBA അങ്ങനത്തെ കോഴ്സിനൊക്കെ ശരിക്കും ഇവിടത്തെ ഒരു ബിസിനസ്സല്ല നമുക്ക്. ഫോട്ടോഗ്രാഫി തന്നെ ഒരുപാട് പഠിക്കാനുണ്ട്. നമുക്ക് ഒരു ദിവസം ക്യാമറ ആദ്യമായിട്ട് കൈ കിട്ടുമ്പോൾ അതിനെ കുറിച്ചെങ്കിലും പിന്നെയാണ് നമ്മൾ അതിന്റെ ഒരു സുഖം മനസ്സിലാക്കുന്നത്. അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ മകനോട് പറഞ്ഞു ഇവിടെ തന്നെ ഈ ബിസിനസ്സിലൊക്കെ നോക്കിയായിരുന്നാൽ മതി എന്നുള്ള രീതിയിൽ. മകന്റെ പേര് ശ്രീകാന്ത്. ഒരു മകൻ തന്നെ? ഒരു മകൻ 2 അവരുടെ പേരെന്താണ്? അവരെന്ത് ചെയ്യുന്നു? ലക്ഷ്മി 10ൽ പഠിക്കുന്നു. ഇവിടെ ആള് 6 സ്കൂളിലാണ്, ഇവിടെ ഇന്ത്യൻ പബ്ലിക് സ്കൂൾ. വൈഫ് വർക്കൊന്നും ചെയ്യുന്നില്ല, പഠിച്ചിട്ടൊക്കെ ഉള്ളതാണ്. ഇതിനിടയ്ക്ക് ഈ ബിസിനസ് ഈ ഒരു തിരക്കിനിടയിൽ ഈ ഫാമിലിയുമായിട്ടൊക്കെ സ്പെൻഡ് ചെയ്യാൻ ടൈം കിട്ടാറുണ്ടോ? ഈ ഒഴിവ് വേളകൾ എങ്ങനെയാണ്? ഒഴിവുവേളകൾ എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞ ഒരു 10-14 കൊല്ലത്തോളം ശരിക്കും
ഫുൾ ടൈം വർക്ക് തന്നെയായിരുന്നു. ഫാമിലിനെ ശരിക്കും ചെയ്യാൻ, എന്നാലും കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവരാൻ എല്ലാം കറക്റ്റ് ടൈമിന് കൊണ്ടുവരും. അതേമാതിരി ഇതിനെ 10ക്ക് പോകാനൊക്കെ കാണാറുണ്ട്, സമയം കണ്ടെത്താറുണ്ട്. ഇപ്പൊ 2-3 കൊല്ലമായിട്ട് വളരെ ഫ്രീ ആണ്. ഇപ്പൊ മോനിപ്പോ ഇവിടെ ഉള്ളതുകൊണ്ട് എങ്ങനെയും പോകാനും. മകൻ ഫോട്ടോഗ്രാഫി ക്രൈസ് ഒക്കെ ഉണ്ടോ? ഫോട്ടോഗ്രാഫി ഒക്കെ ഇതാകാറുണ്ട്. നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കാറുണ്ട്. സ്റ്റുഡിയോയിലൊക്കെ നല്ല ഫോട്ടോ നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യും. അതുപോലെ ഇനിയിപ്പോ ഒരുപാട് ഈ ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ ഇന്ന് ഈ മൊബൈൽ ക്യാമറകൾ വന്നതോടുകൂടി വളരെ വിശാലമായി എല്ലാവരും അതിലേക്ക് ഇൻട്രസ്റ്റ് ആയി. ഇത് ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മളെ ബാധിക്കുന്നുണ്ടോ? ഇവിടെ എന്നെ സംബന്ധിച്ച് ഞാൻ ഇവിടെ തുടങ്ങുന്ന സമയത്ത് വളരെ ചെറിയ ബിസിനസ് എനിക്കുണ്ടായിരുന്നു. ഇപ്പോഴും ഞങ്ങള് ഇപ്പൊ ഇവിടെ 18 കൊല്ലം കഴിഞ്ഞു ഇപ്പൊ ഈ കടയിൽ. ഇതുവരെ എനിക്ക് എല്ലാവർക്കും താഴ്ന്നു പോയപ്പോ എന്റെ ബിസിനസ് ഇങ്ങനെ അപ്പായിട്ട് ഇങ്ങനെ പോയിട്ടുള്ളൂ. അത് കാരണം കൊണ്ട് എനിക്ക് അത് എഫക്ട് ചെയ്തിട്ടില്ല ശരിക്കും. പക്ഷെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ അത് ശരിക്കും ഈ മൊബൈൽ ഫോൺ കൊണ്ട് എഫക്ട് ചെയ്തിട്ടുണ്ട്. കാരണം പിന്നെ ഈ ഡിജിറ്റൽ വന്നതിന് ശേഷം ആൾക്കാർ കൂടുതൽ പ്രിന്റ് അടിക്കുന്നില്ല. അവരവരെ കമ്പ്യൂട്ടറിൽ ആൽബം ഉണ്ടാക്കി അവിടെ തന്നെ വെക്കുന്നു. അത് ഈ നമ്മളിപ്പോ ഈ മൊബൈലിൽ ഒരു ഫോട്ടോ എടുക്കുന്നതും ഒരു സ്റ്റുഡിയോയിൽ വന്ന് എടുക്കുമ്പോഴുള്ള ക്വാളിറ്റി അതിന്റെ ഒരു പക്ഷേ ജനത്തിനൊന്ന് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുമോ? മൊബൈലിൽ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു അത്രയ്ക്ക് ഇതിന് ഇപ്പൊ നല്ലത് വരുന്നുണ്ട് ശരിക്കും. നല്ല മൊബൈലില് നല്ല ഇതായിട്ട് നല്ല റെസൊല്യൂഷനൊക്കെ ഉള്ള ക്യാമറകളായിട്ട് വരുന്നുണ്ട്. അത് നല്ല ഫോട്ടോകൾ കിട്ടുന്നുണ്ട്. അല്ലാത്ത സാധാ ഇതിൽ അതായത് ഇപ്പൊ വരുന്ന സാധാരണ ഓർഡിനറി ഇതൊക്കെ ക്യാമറ മൊബൈൽ വരുന്ന ക്യാമറകളിലൊന്നും അത്ര നന്നായിട്ട് കിട്ടില്ല. സ്റ്റുഡിയോയിൽ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ലൈറ്റ് സോഴ്സും കുറച്ചുകൂടെ സൗന്ദര്യം നന്നായിട്ട് ഇതായിട്ട് കൊടുക്കാൻ പറ്റും.